ബി.ജെ.പിയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അംഗീകാരം നൽകാനുള്ള കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ഡൽഹിയിൽ പുരോഗമിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ 100ഓളം സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ തീരുമാനമുണ്ടായേക്കും. പ്രധാനമന്ത്രി ദക്ഷിണേന്ത്യയിൽ മത്സരിക്കുമോ എന്നതടക്കമുള്ള കാര്യങ്ങളിലും തീരുമാനമുണ്ടാകും. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും. ബൽറാം, തെരഞ്ഞെടുപ്പ് സമിതിയും പാർലമെന്ററി ബോർഡും രണ്ടും ചേർന്ന് ഏതാണ്ട് 100-ലധികം സ്ഥാനാർത്ഥികളുടെ പേര് പ്രഖ്യാപിക്കും എന്നറിയുന്നു. ഇന്ന് പട്ടിക തയ്യാറാക്കും, നാളെ ഔദ്യോഗികമായി അത് പുറത്തുവിടുമെന്നതാണ് രാവിലെ കേട്ട വിവരം. എന്തെങ്കിലും മാറ്റമുണ്ടോ അക്കാര്യത്തിൽ? വിജയകുമാർ, ഈ യോഗം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അതിനുശേഷം ആണ് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര പാർലമെന്ററി ബോർഡ് ഈ പട്ടികയ്ക്ക് അംഗീകാരം നൽകുക. ഏറ്റവും ഒടുവിൽ ബി.ജെ.പി നേതൃത്വത്തിൽ നിന്നും ലഭിക്കുന്ന വിവരമനുസരിച്ച് 125ഓളം പേരുകൾ ആദ്യ പട്ടികയിൽ ഉണ്ടാകും എന്നുള്ളതാണ്. അതിൽ ചില അപ്രതീക്ഷിത പേരുകൾ അടക്കം ഉണ്ടാകുമെന്നാണ് ലഭ്യമാകുന്ന സൂചനകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, കൂടാതെ മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ അടക്കമുള്ള പ്രധാന നേതാക്കളുടെ പേരുകൾ ഉണ്ടാകും. ഒപ്പം തന്നെയാണ് സിനിമ, ക്രിക്കറ്റ് മേഖലകളിൽ നിന്നുള്ള ചില അപ്രതീക്ഷിത പേരുകൾ കൂടി ഈ പട്ടികയിൽ ഉണ്ടാകുമെന്ന ബി.ജെ.പി നേതൃത്വം നൽകുന്ന സൂചന. അതിൽ തന്നെ സിനിമാ താരങ്ങളായ അക്ഷയ് കുമാർ, കങ്കണ റണൌട്ട് എന്നിവരുടെ പേരുകൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. കൂടാതെ യുവരാജ് സിംഗിന്റെ പേര് പട്ടികയിലുണ്ടെന്ന വിവരം ലഭിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ കൂടുതൽ പേർ ഈ പട്ടികയിൽ ഇടം പിടിച്ചേക്കും എന്നറിയുന്നു. അതേസമയം പല പ്രമുഖരുടെ പേരുകളും തഴയപ്പെടാനുള്ള സാധ്യതയുമുണ്ട് എന്നാണ് ഇത്തവണ അറിയാൻ കഴിയുന്നത്. അതിൽ ഡൽഹിയിൽ നിന്നുള്ള പ്രമുഖ നേതാക്കളായ ഡോക്ടർ ഹർഷവർദ്ധൻ, മീനാക്ഷി ലേഖി എന്നിവർക്ക് ഇത്തവണ സീറ്റ് ലഭിച്ചേക്കില്ല എന്ന സൂചനയുണ്ട്. ഡൽഹിയിൽ കടുത്ത മത്സരം ഒരുങ്ങുന്ന ഒരു പശ്ചാത്തലത്തിൽ പുതുമുഖങ്ങൾക്ക് അവസരം നൽകാനുള്ള സാധ്യതയുണ്ട്. ഇതിന്റെ ഭാഗമായി സുഷമ സ്വരാജിന്റെ മകൾ ബാൻസുരി സ്വരാജ് ഇത്തവണ ആദ്യ പട്ടികയിൽ തന്നെ ഇടം പിടിച്ചേക്കും എന്നാണ് സൂചന. സമാനമായി തന്നെ ആം ആദ്മി പാർട്ടിയിൽ നിന്നെത്തിയ കപിൽ മിശ്രയ്ക്ക് ഇത്തവണ ഡൽഹിയിൽ സീറ്റ് നൽകിയേക്കും. ഈ പേരുകൾ സംബന്ധിച്ച് ഇത്തരത്തിലൊരു തീരുമാനമെടുക്കാൻ രൂപീകരിച്ചിരിക്കുന്ന ക്രൈറ്റീരിയ എന്നുള്ളത് പ്രധാനമന്ത്രി അടക്കമുള്ള പ്രമുഖർ, കൂടാതെ സിനിമ അടക്കമുള്ള മേഖലകളിൽ നിന്നെത്തുന്ന പ്രമുഖർ, ഇതിനോടൊപ്പം തന്നെ പാർട്ടിക്ക് ഏറ്റവും ജയസാധ്യതയുള്ള സീറ്റുകൾ. ഇതിനോടൊപ്പമാണ് കഴിഞ്ഞ 2 തവണയും പാർട്ടിക്ക് മത്സരിച്ച് പരാജയപ്പെട്ട ഉത്തർപ്രദേശിലെ ചില സീറ്റുകളും. പ്രധാനമന്ത്രി വാരാണസി കൂടാതെ ദക്ഷിണേന്ത്യയിലെ ഒരു മണ്ഡലത്തിൽ കൂടി മത്സരിക്കും എന്നത് അന്തരീക്ഷത്തിൽ കുറച്ച് ദിവസങ്ങളായി ഉണ്ട്, ഒരു വാർത്തയായി. യാതൊരു സ്ഥിരീകരണവുമില്ല അക്കാര്യത്തിൽ. എന്തെങ്കിലും സൂചനകളുണ്ടോ? തമിഴ്നാടോ കർണാടകയോ തെലങ്കാനയോ ഒക്കെ അതിൽ പരിഗണിക്കുന്നുണ്ട്. ഒരു സമയത്ത് കേരളത്തിൻ്റെ പേരും കേട്ടിരുന്നു. ഇപ്പോഴായാലും കേരളം കേൾക്കുന്നില്ല. മറ്റു മണ്ഡലങ്ങൾ ദക്ഷിണേന്ത്യയിൽ അദ്ദേഹം തെരഞ്ഞെടുക്കാനുള്ള സാധ്യത അത് എത്രത്തോളമുണ്ട്? വിജയകുമാർ, ഇത്തവണ ബി.ജെ.പി ലക്ഷ്യം വെക്കുന്നത് ദക്ഷിണേന്ത്യ തന്നെയാണെന്ന് ബി.ജെ.പി ദേശീയ അധ്യക്ഷൻ നദ്ദ ഉൾപ്പെടെ പലതവണ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രധാനമന്ത്രി ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്കുള്ള സന്ദർശനം അടുത്തിടെ വർദ്ധിപ്പിച്ചതും ഇത് ചേർത്ത് വായിച്ചാണ് പ്രധാനമന്ത്രി ഇത്തവണ ദക്ഷിണേന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് മത്സരിച്ചേക്കുമെന്നും ബി.ജെ.പിക്ക് 70 സീറ്റുകൾ ദക്ഷിണേന്ത്യയിൽ ഇത്തവണ പിടിച്ചെടുക്കാൻ ലക്ഷ്യമുണ്ട് എന്നും ഉള്ള തരത്തിലുള്ള റിപ്പോർട്ടുകൾ വന്നത്. അതിൽ പ്രധാനമന്ത്രി കേരളത്തിൽ മത്സരിച്ചേക്കുമെന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അത് യാതൊരു സ്ഥിരീകരണവും അക്കാര്യത്തിൽ ഇല്ല എന്ന് തന്നെയാണ്. അത്തരത്തിലുള്ള മത്സരിക്കാനുള്ള സാധ്യതയും കുറവാണ്. എന്നാൽ തമിഴ്നാട്ടിൽ മത്സരിച്ചേക്കും എന്നുള്ള സാധ്യതകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ചും അയോധ്യ രാമക്ഷേത്രം ഉദ്ഘാടന ഘട്ടത്തിൽ ഉൾപ്പെടെ പ്രധാനമന്ത്രി തമിഴ്നാടുമായുള്ള ഒരു ബന്ധം പങ്കുവയ്ക്കാൻ ശ്രമിച്ചിരുന്നു. പുതിയ പാർലമെന്റ് കെട്ടിടത്തിന്റെ അടക്കം അദ്ദേഹം തമിഴ്നാടുമായി നിരന്തരം ബന്ധിപ്പിക്കുന്നതിനാൽ തന്നെ തമിഴ്നാട്ടിൽ അദ്ദേഹം ഇത്തവണ മത്സരിക്കാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം പ്രധാനമന്ത്രിയുടേത് തന്നെയാകും. അക്കാര്യം ഉൾപ്പെടെ ഈ പട്ടിക പ്രഖ്യാപിക്കുമ്പോൾ വ്യക്തമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിജയകുമാർ.